ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് ന്യൂസിൻ്റെ ഏറ്റവും പുതിയതിലേക്ക് സ്വാഗതം. അതെ, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു FC ഗോവയ്ക്കെതിരെ 2-1 എന്ന സ്കോർ ലൈനിൽ കലൂർ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച മിന്നും പ്രകടനം കാഴ്ചവെച്ച് കളി വിജയിച്ചു. ആഷ്ലി വെസ്റ്റ്വുഡിന് കീഴിൽ തോൽവി അറിയാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് സീസൺ അവസാനിപ്പിച്ചു. തുടക്കത്തിൽ പാളിച്ചകൾ പറ്റിയ കേരള ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ കോച്ചിനെ പുറത്താക്കിയ ശേഷം അവസാന 5 മത്സരങ്ങളിലേക്ക് വേണ്ടിയാണ് നമുക്കറിയാം ആഷ്ലി വെസ്റ്റ്വുഡ് ടീമിലേക്ക് എത്തിയതും. ആ 5 മത്സരങ്ങളിൽ നിന്ന് 4 വിജയങ്ങളും ഒരു സമനിലയും മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയെടുത്തത്. ഒരു തോൽവി പോലും കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയെടുത്തില്ല. ആഷ്ലി വെസ്റ്റ്വുഡിന് കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റിട്ടില്ല. മികച്ചൊരു പെർഫോമൻസ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളുടെ ഭാഗത്തു നിന്നും മാനേജറിൻ്റെ ഭാഗത്തു നിന്നും കോച്ചിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചത്. അവസാന നിമിഷങ്ങളിൽ കത്തിക്കേറിയ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഡെലിഗേഷൻ ഒക്കെ മറികടന്ന് വലിയ രീതിയിൽ മുന്നേറ്റം കുറിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ എന്തുകൊണ്ടും മികച്ചൊരു സീസൺ തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് അവസാനത്തോടു കൂടി എത്തിയപ്പോൾ ഇത്. അങ്ങനെ അവസാനം സന്തോഷം തന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു അവസാനം കുറിച്ചിരിക്കുകയാണ്. നിലവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ക്ലബിൻ്റെ എല്ലാ സാങ്കേതികപരമായുള്ള കാര്യങ്ങളും എല്ലാ ഓപ്പറേഷൻസും താരങ്ങളുടെ കരാറുകളും എല്ലാം തന്നെ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടിലാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നിലവിൽ ഈ സീസൺ അവസാനിച്ചു കഴിഞ്ഞു. ഈ 31-ാം തീയതി കൂടി തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഴുവൻ ഓപ്പറേഷൻസും കേരള ബ്ലാസ്റ്റേഴ്സ് ഷട്ട് ഡൗൺ ചെയ്യുന്നു. നിലവിൽ താൽക്കാലികമായി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമായിട്ടുള്ളത്. എന്നാൽ പോലും ഇനിയൊരു റീ ഓപ്പണിംഗ് ഉണ്ടാകുമോ എന്ന കാര്യം ഉറപ്പൊന്നും തന്നെയല്ല. നിലവിലാകട്ടെ മാർക്കസ് മെർഗുലോ വ്യക്തമാക്കിയിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരിക്കലും ഷട്ട് ഡൗൺ ചെയ്യില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട്. എങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായി അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളൊക്കെ ആകട്ടെ താങ്ക് യു കേരളം അല്ലെങ്കിൽ നന്ദിയുണ്ട്, ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്നുള്ള രീതിയിൽ തന്നെയുള്ള പോസ്റ്റുകളൊക്കെയാണ് മുന്നോട്ട് വെക്കുന്നത്. നിലവിൽ ഏകദേശം 40 കോടിയോളം രൂപയുള്ള കടബാധ്യത കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നുവെന്നും ആരാധകരിൽ നിന്നുള്ള സപ്പോർട്ട് കുറഞ്ഞതും ഒക്കെ വലിയൊരു തിരിച്ചടിയായി കേരള ബ്ലാസ്റ്റേഴ്സ് കണക്കാക്കുന്നു. ഇതിന് പുറമെ നിലവിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ SD ആയിട്ടുള്ള കരോളിസ് കെൻഗീസ് എന്ന താരവും നിലവിൽ പടിയിറക്കം അറിയിച്ചിരിക്കുകയാണ്. അദ്ദേഹമാകട്ടെ വളരെയേറെ കാലമായി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതാപകാലം മുതൽ ടീമിലുള്ളതാണ്. ശേഷം ഇപ്പോൾ വലിയ മോശം പ്രകടനം കാഴ്ചവെച്ചപ്പോൾ താരത്തിനെതിരെ വലിയ വിമർശനമാണ് മുന്നോട്ട് വന്നത്. ഇതിനെ തുടർന്ന് തന്നെയാണ് താരം ഇപ്പോൾ ടീമിൽ നിന്ന് ഒഫീഷ്യലായി തന്നെ പുറത്തേക്ക് പോയിരിക്കുന്നത്. ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നൊരു ക്ലബിൻ്റെ ഒരു അവസാനമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തീർച്ചയായും ഒരു തിരിച്ചുവരവ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തുമെന്നുള്ള പ്രതീക്ഷയിലിരിക്കുകയാണ്. 2014 മഞ്ഞക്കുപ്പായത്തിൽ കേരളത്തിൽ നിന്നൊരു ടീം പുറത്തു വന്നപ്പോൾ അത് ഒരു ടീം മാത്രമായിരുന്നില്ല. കേരളത്തിലെ ജനതകൾക്ക് ഫുട്ബോളിലേക്ക് മികച്ച രീതിയിലുള്ളൊരു അറിവ് നൽകുകയും മികച്ചൊരു പ്രചോദനമായി മാറി കേരളത്തിലെ കുട്ടികളെ ഫുട്ബോളിലേക്ക് എത്തിച്ച ഒരു ക്ലബ്ബ് കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ISL ഇത്രയും ഫാൻ ബേസുള്ളൊരു മറ്റൊരു ക്ലബ്ബ് ഈ ലോകമെമ്പാടും തന്നെ നോക്കിയാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധക പിന്തുണ വലിയതാണ് തന്നെ, വളരെ വലുതാണ്. ISL തുടർച്ചയായ മോശം പ്രകടനത്തെ തുടർന്ന് ആരാധകർ കേരള ബ്ലാസ്റ്റേഴ്സുമായി ഒരു ഇടതിരിഞ്ഞ് നിൽക്കുകയായിരുന്നു. എങ്കിൽ പോലും അവസാന മത്സരങ്ങളിൽ ആ കേരള ബ്ലാസ്റ്റേഴ്സ് അഭ്യർത്ഥിച്ചതിന് പ്രമാണിച്ച് ആരാധകരൊക്കെ തന്നെ കളി കാണാൻ സ്റ്റേഡിയത്തിലേക്ക് എത്തുകയും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ട പിന്തുണ നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. അവസാന നിമിഷങ്ങളിൽ വലിയ മികച്ച പെർഫോമൻസ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. എങ്കിൽ പോലും അതൊരു നല്ല കാര്യം മാത്രമല്ല. കാരണം വലിയൊരു ലീഗിലേക്ക് കളിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് തുടക്കം മുതൽ തന്നെ ഈ രീതിയിലുള്ള കളി പുറത്തെടുക്കുമെന്നാണ് ആരാധകരുടെ വിശ്വാസം. എന്നാൽ അതിനൊത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന് എത്താൻ സാധിച്ചില്ല. അതേ തുടർന്ന് തന്നെയാണ് ആരാധകർ ഇടഞ്ഞു നിന്നത് തന്നെ. എങ്കിൽ പോലും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു അവസാനം എത്തി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ തീർച്ചയായും ഇതൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് തന്നെ പുതിയ സീസണിൽ വരുമ്പോഴേക്കും മികച്ചൊരു ടീമായി വീണ്ടും തിരിച്ചെത്താൻ കേരള ബ്ലാസ്റ്റേഴ്സ് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ കണ്ടിനറിയണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞക്കുപ്പായത്തിൽ ഇനി ഒരിക്കൽ കൂടി കലൂറിൽ നിന്ന് കളി കാണാൻ സാധിക്കുമോ എന്ന്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം പോവുക. അടുത്തൊരു വീണ്ടും കാണാം.